ഹലോ എവരിവൺ. നമ്മളിൽ പലർക്കുമുള്ള ഒരു പരാതിയാണ് ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല എന്നുള്ളത്, അല്ലെ? ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ കൊണ്ടാവാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ന് സമാധാനം കിട്ടും എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ സമാധാനം അഥവാ പെർഫെക്റ്റ് പീസ്, തികഞ്ഞ ഒരു സമാധാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്: ഒരിക്കല് ഒരു രാജാവ് ഏറ്റവും നല്ല ഒരു ചിത്രകാരനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മത്സരം നടത്തുകയാണ്. ആ മത്സരത്തില് രാജാവ് ഒരു വിഷയവും കൊടുത്തു. നിങ്ങൾ വരയ്ക്കേണ്ടത് തികഞ്ഞ സമാധാനത്തെ കുറിച്ചുള്ള ഒരു പടമായിരിക്കണമെന്ന്, പെർഫെക്റ്റ് പീസിനെ കുറിച്ചുള്ള ഒരു പടം. അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രഗത്ഭരായിട്ടുള്ള ചിത്രകാരന്മാരെല്ലാം വന്നു. അവരുടേതായ കഴിവ് തെളിയിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അവർ വരച്ചു. അതില് ശ്രദ്ധിക്കപ്പെട്ടതും രാജാവിന് ഇഷ്ടപ്പെട്ട് മാറ്റിവെച്ചതുമായ പടങ്ങൾ രണ്ടെണ്ണമായിരുന്നു. പിന്നീട് ഈ രണ്ട് പടങ്ങളിൽ നിന്ന് വേണം ഏറ്റവും നല്ല ചിത്രകാരനെ തിരഞ്ഞെടുക്കാൻ, പെർഫെക്റ്റ് പീസിനുള്ള സമ്മാനം കൊടുക്കാനുള്ള ആളെ തിരഞ്ഞെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം വന്നത്. രാജാവ് ആ രണ്ട് ചിത്രങ്ങളുടെ അടുത്തേക്ക് നീങ്ങുകയാണ്. അതിൽ ആദ്യത്തെ ചിത്രം വളരെ മനോഹാരിത നിറഞ്ഞ, പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരു ചിത്രമായിരുന്നു. വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയും തെളിഞ്ഞ ആകാശവും മലനിരകളും ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. എന്നാൽ രണ്ടാമത്തെ ചിത്രം ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഒന്നായിരുന്നു. കാർമേഘം കൊണ്ട് ഇരുണ്ടു മൂടിക്കിടക്കുന്ന ആകാശം, മിന്നലിന്റെയും പേമാരിയുടെയും ഒക്കെയും ലക്ഷണങ്ങൾ ആ ചിത്രത്തില് വളരെയധികം പ്രതിഫലിച്ചിരുന്നു. കലിതുള്ളി ഒഴുകുന്ന വെള്ളച്ചാട്ടവും പേമാരിയില് ഒടിഞ്ഞു വീണ മരങ്ങളും ഒക്കെ ആ ചിത്രത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത്, ഒരു മലയുടെ വിള്ളലിൽ നിന്ന് ഒരു ചെറിയ കുറ്റിച്ചെടി വളർന്നു നിൽപ്പുണ്ട്. അതില് ഒരു ചെറിയ കിളിക്കൂട്. ആ കിളിക്കൂടിനുള്ളിൽ ഇരുന്ന് ഒരു കിളി വളരെ മനോഹരമായി പാട്ട് പാടുന്ന രീതിയിൽ ചുണ്ടുകൾ അനക്കുന്നതായിട്ടായിരുന്നു ആ ചിത്രം. സമ്മാനം രാജാവ് ഈ രണ്ടാമത്തെ ചിത്രത്തിന് കൊടുത്തു. ഈ ഒരു കഥയിൽ നിന്ന് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ ഒരു ഗുണപാഠം, നമ്മുടെ ചുറ്റിനും ഒരുപാട് ഇതുപോലത്തെ അന്തരീക്ഷം, പ്രക്ഷുബ്ധമായ അന്തരീക്ഷവും അല്ലെങ്കിൽ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെയും കാണും. ഇതെല്ലാം ഒഴിഞ്ഞിട്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട്, നമ്മുടെ ജീവിതത്തിന്റെയും ഈ ലോകത്തിന്റെയും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് ഞാൻ ശാന്തത കൈവരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും എന്ന് കരുതി നമ്മൾ ജീവിച്ചാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ സാധിക്കില്ല. ചുറ്റും എത്രമാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ശാന്തത വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചാൽ, അല്ലെങ്കിൽ സമാധാനം വളർത്തിയെടുക്കാൻ സാധിച്ചാൽ, അവിടെ നമ്മൾ നമ്മളുടെ ജീവിതത്തില് പെർഫെക്റ്റ് പീസ് അല്ലെങ്കിൽ ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പോലത്തെ സാഹചര്യങ്ങളെ, ഈ കിളിയുടെ കഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചുറ്റുപാട് എന്തെല്ലാം പ്രകൃതിയുടെ ആണെങ്കിലും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലായിരുന്നിട്ട് പോലും ആ കിളി അതിന്റെ ആ ഇരിക്കുന്ന അവസ്ഥയിൽ സമാധാനം കണ്ടെത്താനായിട്ട്, അല്ലെ ശാന്തത കൈവരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളും പഠിക്കേണ്ട പാഠം അത് തന്നെയാണ്. ആ ആയിരിക്കുന്ന നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ ശാന്തത കൈവരിക്കാൻ നമ്മൾ നമ്മളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് എടുത്താൽ നമുക്കവിടെ ഇന്നർ പീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.